ഇവിടെ പ്രൊമിറ്റസ് കേവിലേക്ക് പോവുകയാണ്. കേവില് നല്ല തണുപ്പായിരിക്കും. സോ ഇതൊക്കെ ഇടുന്നതാണ്. അതാണ് അതിൻ്റെ ഉള്ളിലൂടെയാണ് കയറിയത്. വൈഷ്ണവി പെട്ടുപോകാൻ വേണ്ടിയിട്ട് വേണം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് വേഗം നടന്നേ, അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതാണ് ആ കേവ് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇതിനകത്തേക്ക് ഇതാണ് എൻട്രി വരുന്നത്. വേണ്ട, ഞാൻ കൊള്ളാല്ലേ. ഇതെല്ലാം ഇതിന് അറ്റത്തുള്ള ഷാർപ്പായിട്ട് തൂങ്ങി നിൽക്കുന്നതെല്ലാം പാറ തന്നെയാണ്. ഇതാണ് ഹാൾ ഓഫ് ലവ് എന്ന് പറയുന്നത്. ഹാൾ ഓഫ് ലവ് അത്. ഓക്കെ, ഹാൾ ഓഫ് ലവ് ആണ്. അതുകൊണ്ടായിരിക്കാം കുറച്ച് ലൈറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങളിതിൻ്റെ അടിയിലെത്തിയപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള വാട്ടർ ആണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഭൂമിൻ്റെ അടിയിലുള്ള വെള്ളം, ഉറവ് പൊട്ടി വരുന്നത്. മുകളിൽ നിന്ന് ഉറ്റുന്നതും ഈ ഉറവ് തന്നെയാണ്. നോക്ക് ഇതിൻ്റെ വലിപ്പം, നോക്ക് വലിപ്പം. ലൈറ്റ് ഓഫ് ചെയ്തോ. കൊള്ളാലേ. വാ, ഇവിടെ കേവിന് കാവൽ നിന്ന ആളാണിത്. അയാളുടെ പട്ടിയും അയാളും. ഇല്ല, അത് അവര് ഇരുമ്പ് വെച്ചുണ്ടാക്കിയ ഒരു പ്രതിമയാണ്. തുരുമ്പെടുത്തു പുള്ളി. അങ്ങനെ പ്രൊമിറ്റസ് കേവ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാഡ്വില്ലി കാനിയോണിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ മാഡ്വില്ലിയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നത് വരെ, അതായത് പ്രൊമിറ്റസ് കേവ് മുതൽ ഇവിടെ എത്തുന്നത് വരെ ഇതുപോലുള്ള ഓരോ ഗ്രാമങ്ങൾ, അതുപോലെ അവിടെ ആ ഗ്രാമത്തിലൊക്കെയുള്ള വീടുകൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കാഴ്ചകൾ കാണാൻ. എല്ലാ വീട്ടിലും, ഓരോ വീട്ടിലെ ഇവരുടെ വീട്ടിലൊക്കെ ഓറഞ്ച് വളർത്തും, ഓറഞ്ച് മരം നിറയെ ഓറഞ്ച് മരങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാഡ്വില്ലി കാനിയോട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭക്ഷണമൊക്കെ കഴിച്ചു, വൈഷ്ണവി എല്ലാം ഒന്ന് ഓക്കെയായി.
എല്ലാം എടുത്തോളൂ. ഓക്കെ, നല്ല തണുപ്പുണ്ട്. വേഗം വന്നേ. അപ്പം ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. പട്ടിക്കുട്ടിയല്ല, പട്ടി തള്ളയാന്ന് തോന്നുന്നു. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. അതായത് 20 ജെല്ല്, അതിൻ്റെ അകത്തൂടെയുള്ള വാക്കിങ്ങിന് 20 ജെല്ലുണ്ട്. അതുപോലെ 20 ജെൽ ബോട്ടിങ്ങിന് 20 ജെൽ. അപ്പോൾ ടോട്ടൽ പെർ പേഴ്സൺ 40 ജെല്ലാണ്. സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. തണുപ്പ് തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തണുപ്പായിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു ചൂട് വന്നിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ ഇപ്പൊ പിന്നെയും ഭയങ്കര തണുപ്പായി തുടങ്ങി. ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് തണുപ്പ് നമുക്ക് അത്ര ശീലമില്ലാത്തതായിട്ട്. പക്ഷെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതെ, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇനി ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിലേക്കാണ് ഞങ്ങൾ. എവിടെയൊക്കെയോ ഉള്ള പോലത്തെ സ്ഥലങ്ങളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ അല്ലേ? അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഏരിയകളെല്ലാം. ബോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. നടക്കും. Are you ready? Yeah. Let's go swim. Same? Swim now. Swim. Where is the boat? Boat is coming. Let's just wait a minute. Okay, okay. You want to touch the river? ശരി, അങ്ങനെ വൈഷ്ണവി സിഗരറ്റ് വലിക്കുകയാണ് ഗൈസ്. എത്തി. കേറ്, രണ്ട് കേറ്. അവരിറങ്ങണ്ടേ? സോറി, ഹഫീസ് പണി വാങ്ങി. ആദ്യം തന്നെ മുമ്പിൽ കയറിയിരുന്നു. തുഴയാവുന്ന സാധനമൊക്കെ എടുത്ത് തുഴയാൻ നിന്നു. അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇപ്പം ആഴമായോ? ചെറുതായിട്ട് കുറച്ചായോ? ഇല്ല. എനിക്ക് വന്ന് ഏതാലേ ഓക്കെ ഓക്കെ. This bottle? Yeah, you need to take in your hand. Huh? You need to take in your hand. Okay. Now you need to take the rope. Bro, you need to take the rope and pull it. This boat drop in the river. Bro, the boat will drop from the river and pull the rope. This is the rope? And boat will from the river. Okay, okay. Okay, now you need to pull അടിച്ചോ? pull the rope. Yeah. അപ്പം ഞങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. പീസാണ് റോപ്പ് വലിക്കുന്നത്. കാരണം ഇത് വെള്ളം ഇങ്ങോട്ട് ഒഴുകുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും പാൻറ് നല്ലോണം നനഞ്ഞു. ഒരു വാട്ടർഫോള് ഭംഗിയുണ്ടല്ലോ ഇതേ ആ ബോട്ടിൽ ഞങ്ങൾ വരുമ്പോൾ എടുത്ത ബോട്ടിൽ ഈ ബോട്ടിൽ എടുത്തിട്ടാണ് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ കയറ് പിടിച്ച് വലിച്ചാണ് മുകളിലേക്ക് എത്തിയത്. ഞങ്ങളങ്ങനെ തിരിച്ചു വരികയാണ്. കഴിയാനായി.
ഒരു പ്രത്യേക രസം എന്താന്ന് വെച്ചാൽ അധികം ആൾക്കാരില്ല, ചുറ്റിലും ഭയങ്കരമായിട്ട് അല്ലേ? ഭയങ്കര പീസ്ഫുൾ അല്ലേ? പീസ്ഫുൾ ആയിട്ടുള്ള തീരെ ആൾക്കാരില്ല. അതെന്തായിരിക്കും ഇത്ര ആൾക്ക് ക്രൗഡ് ഇല്ലാത്ത? നമ്മൾ അവിടെ പോയപ്പോൾ അത് തന്നെയാണ് സംഭവം. ഞങ്ങൾ മറ്റേ പ്രൊമത്തിയസ് കേവിൽ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് പീസ്ഫുൾ ആയിട്ട് എല്ലാം കാണാം. ഇവിടെയും നമ്മൾ 4 പേര്. അങ്ങനെ ഞങ്ങൾ മാട്ട്വില്ലി കാനോണിലുള്ള കണ്ട് അടിപൊളി അല്ലേ? ബോട്ടിങ്ങിന് പോയി. കുറച്ച് വാക്കിംഗ് ഉണ്ട്, അത് നോക്കിയിട്ട് പോവാം. അല്ല, അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. നടക്കുകയാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു, അവിടേക്ക് പോവാം. എന്തോ വ്യൂ പോയിന്റ് ഉണ്ടെന്നും പറഞ്ഞു പോവാണ്. പക്ഷെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം, അങ്ങനെ തന്നെ പറയണം. ഓ മൈ ഗോഡ്, എനിക്ക് പേടിയാവും. അടിയിൽ വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല അല്ലേ? ഇതിലെ തന്നെ പോയാലോ? ഇത് കുത്തനുള്ള കയറ്റല്ല. എവിടെ பார்த்தாലും മലയാളീസ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ടൂർ കഴിഞ്ഞിരിക്കുകയാണ് ജോർജിയയിലെ. അങ്ങനെ കുത്തേസി ഞങ്ങളെ അടിപൊളിയാക്കി. കുത്തേസിയിലുള്ള മെയിനായിട്ടുള്ള 2 ഏരിയകളാണുള്ളത് എന്നാണ് എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ ഞങ്ങളും പോകുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് മാട്ട്വില്ലി കാനിയോണും അതുപോലെ പ്രൊമത്തിയസ് കേവുമാണ്. അത് രണ്ടും ഞങ്ങൾ അടിപൊളിയായിരുന്നു. ഇതും അടിപൊളി. ഇവിടുത്തെ വാക്കിംഗ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യരുത്. അതെ, നല്ല പ്രൊമത്തിയസ് കേവിലുള്ള വാക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതെ, പിന്നെ ബോട്ടിങ്ങും അത് രണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് സിപ്പ് ലൈൻ ഞങ്ങൾക്ക് സിപ്പ് ലൈൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി. അതുകൊണ്ട് കുത്തേസിയിൽ പോയിട്ട് തിബ്ലിസിയിലേക്ക് പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 130 ലാറിക്ക് 2 സ്ഥലത്ത് എത്തിച്ച് കുത്തേസിയിൽ എത്തിക്കാന്ന് പറഞ്ഞ ആളാണ്. അതെ, നല്ലൊരാൾ തന്നെയാണ്. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടനെ ഞങ്ങൾക്ക് പോയിട്ട് ആപ്പിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊക്കെ പോകാനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇത്ര എമൗണ്ട് തന്നാൽ ഈ 2 സ്ഥലത്തും കാണിച്ചിട്ട് തിരിച്ച് കുത്തേസിയിൽ എത്തിക്കാന്ന്. അങ്ങനെ കയറിയതാണ് ഞങ്ങൾ. കുത്തേസിയിൽ എത്തിക്കാന്ന് തിബ്ലിസി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലല്ല. അങ്ങനെ ഞങ്ങൾ കുത്തേസി ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾ 140 ചോദിച്ചു. 130 ആദ്യം പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി കുറേ വെയിറ്റ് ചെയ്തിട്ടോ. എന്നോട് ഞങ്ങൾ 140 ലാറി കൊടുത്തു. ഇതാണിപ്പോൾ ഞങ്ങളുടെ തിബ്ലിസിയിലേക്കുള്ള ബസ്. ഞങ്ങൾ ബസ് ഡ്രൈവറെ തപ്പി നടക്കുകയാണ്. എത്രയാണ് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് തിബ്ലിസിയിലേക്ക് പോകണം. പക്ഷേ ഞങ്ങളങ്ങനെ തിബ്ലിസിലേക്ക് പോകുന്ന വഴിക്ക് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. ചുറ്റിലും കാണുന്ന മഞ്ഞാണ്, മഞ്ഞിൻ്റെ പാടുകളുണ്ട്. കുറേ പേര് സിഗരറ്റ് വലിക്കുന്നു. പക്ഷെ അവിടെ ഫുഡ് കിട്ടും. യഷ്ണയും സിഗരറ്റ് വലിക്കുന്നുണ്ട്. യഷ്ണ സിഗരറ്റ് വലിച്ചേ. യഷ്ണ ഊതി വിട്ടെ. ഓ എന്തോ ഒരു ആംബുലൻസ് ഉണ്ടോന്ന് പോകുന്നുണ്ട് അതിന്. ഗൈസ് ഞങ്ങളങ്ങനെ
തിബിലിസി ബസ് സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഉറങ്ങി ചെറുതായിട്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക്. ഞങ്ങൾ ബോൾട്ട് ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ ബോൾട്ട് വഴി പോകാം. തിബിലിസിയിലെ നമ്മുടെ ഡിയോമ ഹോട്ടലിൽ പോകുമ്പോഴുള്ള നഗരവീഥികളിലൂടെയുള്ള കാഴ്ചകളാണിത്. അങ്ങനെ നമ്മളുടെ ഡിയോമ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഭയങ്കര തണുപ്പുണ്ട്. കൃഷ്ണവി തണുത്ത് ക്ഷീണിച്ചു ആടിയൊക്കെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. സ്റ്റേ ചെയ്യാനുള്ള പേയ്മെൻ്റൊക്കെ ഓൾറെഡി ചെയ്തതാണ്. booking.com വഴിയാണ് ഞങ്ങളുടെ എല്ലാ ഹോട്ടലും റിസർവ് ചെയ്തിരിക്കുന്നത്. ഡിയോമ ഹോട്ടൽ ഇതാണ് ഞങ്ങളുടെ ഡിയോമ ഹോട്ടലിലെ റൂം. ഇതും അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ചെറിയൊരു ഏരിയ ഉണ്ട്. ഞങ്ങളങ്ങനെ തിബിലിസി നഗരങ്ങളിലൂടെ, ഓൾഡ് തിബിലിസി നഗരത്തിലൂടെ ഒരു യാത്രയിലാണ്. ഞങ്ങളൊരു വെള്ളം വാങ്ങാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഏതോ ഒരു ഷോപ്പ് 24 hours ഓപ്പൺ ആണ്. അവിടെ വെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞത്. വെള്ളവും തപ്പി ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. ഇവിടെയാണോ വെള്ളമുള്ളത്? അവിടെ എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ട്. ക്യാരറ്റ് അതെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ സ്ഥലങ്ങൾ. പോലീസ് നൈറ്റ് പാട്രോളിങ്ങിന് പോലീസ് ഉണ്ട് അവിടെ. ഇതെന്താ വൈൻ ഷോപ്പാണോ? ആൽക്കഹോൾ ഷോപ്പ് ഉണ്ട് ഇവിടെ. കൊള്ളാല്ലേ? നല്ല ഏരിയ, നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം.